മലയാള കവിതയുടെ ചരിത്രത്തിനകത്ത് ഒരു രാവണ കവിയുണ്ട്. പേരിൽ മാത്രം രാമൻ എന്നു പേരുള്ള പള്ളത്ത് രാമൻ. തൻ്റെ കവിതയിലും ജീവിത രാഷ്ട്രീയത്തിലും ഉടനീളം ഒരു രാവണപക്ഷം പുലർത്തിയതുകൊണ്ടാവണം അദ്ദേഹം പിൽക്കാല മലയാള സാഹിത്യ ചരിത്രത്തിലൊന്നും കാര്യമായ രീതിയിൽ അംഗീകരിക്കപ്പെടുകയോ ആദരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. 1891 കൊച്ചിയിൽ ജനിച്ച ശ്രീ പള്ളത്ത് രാമൻ പാലക്കാട് വിക്ടോറിയ കോളേജിലും മഹാരാജാസ് കോളേജിലും ഒക്കെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്നതിനായിട്ടുള്ള പ്രബുദ്ധമായിട്ടുള്ള സമരങ്ങൾ, ദേശീയ പ്രസ്ഥാനവും അടിത്തട്ട് മനുഷ്യരും ഒക്കെ ഏറ്റെടുത്തിരിക്കുന്ന ആ ഒരു ദശകങ്ങളിൽ തന്നെയാണ് പള്ളത്ത് രാമൻ തൻ്റെ കവിതകൾ എഴുതി തുടങ്ങിയത്. ഇന്ത്യയിലെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള സാമൂഹിക പ്രസ്ഥാനമായിരുന്ന മിശ്രവിവാഹ പ്രസ്ഥാനത്തെ, മിശ്രഭോജനം തുടങ്ങി മിശ്രവിവാഹം തുടങ്ങി അങ്ങനെ മിശ്രം എന്ന് പറയുന്ന വലിയൊരു രാഷ്ട്രീയ സാമൂഹിക പ്രയോഗത്തെ തൻ്റെ കവിതയിൽ ഉടനീളം ആവിഷ്കരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ആ അർത്ഥത്തിൽ അദ്ദേഹം എഴുതിയ കവിതയാണ് മിശ്രകാന്തി എന്നുള്ള കവിത. അതിനകത്ത് ശ്രീനാരായണ ഗുരുവിനെ ഗൗതമ ബുദ്ധനായി പ്രതീകവൽക്കരിച്ചുകൊണ്ട് ധർമ്മപടൻ എന്നും വിലാസിനി എന്നും പേരായ രണ്ട് പ്രണയിതാക്കളുടെ ജീവിതം പകർത്തിയ ഒരു മഹാകാവ്യമായിരുന്നു മിശ്രകാന്തി എന്ന കവിത. ജാതി എന്ന വെറുപ്പിൻ്റെ വ്യവസ്ഥയെ എങ്ങനെയെല്ലാം പ്രതിരോധിക്കാം, എങ്ങനെയെല്ലാം എതിരിടാം എന്ന് അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ പറയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മിക്ക കവിതകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്ത് ജാതീയമായ വിഷയങ്ങളെയും ജാതി വ്യവസ്ഥയെയും ആ ഒരു വിഷയത്തെ നിരന്തരമായി പ്രതിരോധിക്കുകയും എതിരിടുകയും അപഹസിക്കുകയും ചെയ്യുന്ന ഒരു വീര്യം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഉടനീളം കാണാം എന്നുള്ളതാണ്. നിരവധി നോവലുകൾ, നിരവധി നാടകങ്ങൾ, കവിതകൾ ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അമൃതപുളിനം പോലുള്ള, ചിത്രാശോകൻ പോലുള്ള, രാവണപുത്രൻ പോലുള്ള രചനകളൊക്കെ അതിൽ വളരെ പ്രധാനപ്പെട്ട രചനകളാണ്. അദ്ദേഹത്തിൻ്റെ കാവ്യ ലോകത്തെക്കുറിച്ച് ചേലനാട്ട് അച്യുതമേനോൻ രാമൻ്റെ രാവണപക്ഷം എന്ന ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ വളരെ വ്യതിരിക്തമായതും ഒറ്റപ്പെട്ടതുമായിട്ടുള്ള ശ്രമങ്ങളെ വളരെ ആഴത്തിൽ അടയാളപ്പെടുത്താൻ ഈ ചേലനാട്ട് ശ്രമിക്കുന്നുണ്ട്. ജാതി കുറ്റത്തെ ഒരു മുറിവേറ്റ സിംഹത്തെ പോലെ എതിരിടുന്ന വാസനാനുഗ്രഹീതനായ ഒരു എഴുത്തുകാരനായിട്ടാണ് കേസരി ബാലകൃഷ്ണപിള്ള ശ്രീ പള്ളത്ത് രാമനെ അടയാളപ്പെടുത്തുന്നത്. പള്ളത്ത് രാമൻ്റെ എഴുത്തിലൂടെ, ആവിഷ്കാരത്തിലൂടെ ഒരു രാവണ മഹാകാവ്യം ഉടലെടുക്കാൻ കേസരി അതിയായ രീതിയിൽ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് സ്രോതസ്സുകളും ഗ്രന്ഥങ്ങളും ഒക്കെ തന്നെയും കരുതി വച്ചിരുന്നു. പക്ഷേ മലയാള സാഹിത്യ ചരിത്രത്തിനകത്ത് ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു രാവണ കാവ്യം പിറന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തൊക്കെയായാലും ശ്രീ പള്ളത്ത് രാമൻ എന്ന അനാര്യനായ, ബൗദ്ധനായ, രാവണപക്ഷപാതിയായ ആ കവിയെ ഈ കാലഘട്ടത്തിൽ നാം ഓർക്കുന്നത് തന്നെ വളരെ അർത്ഥവത്തായതും രാഷ്ട്രീയപരവുമായ ഒരു കാര്യമാണ്.